കാട്ടുപന്നി ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളിൽ നിന്ന് കർഷകർക്ക് ആശ്വാസം നൽകി കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിൽ സോളാർ ഫെൻസിംഗിന് തുടക്കമായി. തോട്ടുമുക്കത്ത് നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു ഉദ്ഘാടനം ചെയ്തു. കൃഷിക്കും കർഷകരുടെ ജീവനും ഉൾപ്പെടെ വന്യമൃഗങ്ങളിൽ നിന്ന് രക്ഷയൊരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിൽ സോളാർ ഫെൻസിംഗ് പദ്ധതി ആരംഭിച്ചത്. പശ്ചിമഘട്ട മലനിരകളുടെ താഴ്വരയായതിനാൽ കാട്ടുപന്നി ഉൾപ്പെടെയുള്ളവയുടെ ശല്യം കൊടിയത്തൂർ പഞ്ചായത്തിൽ വളരെ കൂടുതലാണ്. സംസ്ഥാന പാതയുടെ കിഴക്ക് ഭാഗത്തായുള്ള തോട്ടുമുക്കം, വാലില്ലാപ്പുഴ, പുതിയനിടം, കോനൂർക്കണ്ടി, പനമ്പിലാവ്, മൈസൂർ മല, തോണിച്ചാൽ, ഗോതമ്പ് റോഡ് തുടങ്ങിയ പ്രദേശങ്ങൾ കുന്നുകളും താഴ്വരകളും മലയിടുക്കുകളും കാടും കാട്ടരുവികളുമൊക്കെ ചേർന്ന പ്രദേശമാണ്. വന്യമൃഗങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ പ്രദേശമാണ് ഇവിടം. അതുകൊണ്ട് തന്നെ പന്നി ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ ശല്യം അതിരൂക്ഷമാണ്. കാട്ടാന ശല്യമുള്ള പ്രദേശങ്ങളും ഉണ്ട്. ഈ ഭാഗങ്ങളിൽ ഗ്രാമപഞ്ചായത്ത് മുൻകൈയെടുത്ത് നായാട്ട് നടത്തി ഒട്ടേറെ കാട്ടുപന്നികളെ കൊന്നൊടുക്കിയിരുന്നു. ഇതുകൊണ്ടൊന്നും കൃഷി നശിപ്പിക്കുന്നത് അവസാനിക്കാത്ത സാഹചര്യത്തിലാണ് സോളാർ ഫെൻസിംഗ് സ്ഥാപിച്ച് കർഷകർക്ക് സഹായമാവുന്നത്. ജനകീയാസൂത്രണം വാർഷിക പദ്ധതിയിൽ 5 ലക്ഷം രൂപ വകയിരുത്തിയാണ് സോളാർ ഫെൻസിംഗ് നിർമ്മിക്കുന്നത്. ആകെ ചെലവിൻ്റെ 50% ഗ്രാമപഞ്ചായത്ത് വഹിക്കും. ബാക്കി ഗുണഭോക്താക്കളാണ് വഹിക്കേണ്ടത്. മുൻ വർഷങ്ങളിലും പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൃഷിയിടങ്ങളിൽ സോളാർ ഫെൻസിംഗ് സ്ഥാപിച്ചിരുന്നു. തോട്ടുമുക്കത്ത് നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു സോളാർ ഫെൻസിംഗിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ഫസൽ കൊടിയത്തൂർ അധ്യക്ഷനായി. പഞ്ചായത്ത് മെമ്പർമാർ, കാർഷിക വികസന സമിതി അംഗങ്ങൾ, കർഷകർ, കൃഷിഭവൻ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മുക്കം.